നിങ്ങൾക്ക് ആ പാലിലൂടെ നിങ്ങൾക്ക് നഷ്ടമായ തുക എത്രയാണ്? എന്താണ് നിങ്ങൾക്ക് അവിടെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി? ഇവിടെ നമ്മളൊരു തുണിക്കടയിൽ പോയി തുണി വാങ്ങുമ്പോൾ നമുക്കൊരു കർച്ചീഫ് കിട്ടുന്നത് പോലെ, സ്വർണ്ണക്കടയിൽ സ്വർണം വാങ്ങുമ്പോൾ ഒരു പേഴ്സ് ഫ്രീ കിട്ടുന്നത് പോലെ, സോപ്പ് വാങ്ങുമ്പോൾ ചീപ്പ് ഫ്രീ കിട്ടുന്നത് പോലെ, ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി. എടുത്തു പറയത്തക്ക നമുക്കറിയാം, ബോബിച്ചൻ മുണ്ണൂർ ബോച്ചെ ആരാണെന്ന് നമുക്കറിയാം അല്ലെ? നമ്മളിന്ന് കുറെ ദിവസങ്ങളായി നമ്മുടെ ഡെസ്പായി നടക്കുന്ന ഒരു സാഹചര്യമാണ് വയനാട് നിർദ്ദേശം. ഒരു രാത്രി കൊണ്ട് ഒരു ഗ്രാമം പോലും ഒലിച്ചു പോയൊരു സാഹചര്യം നമുക്കറിയാം അല്ലെ? ഊണും കഴിഞ്ഞ് ഉറങ്ങാൻ ഉറ്റവരും ഉടവരും മൊത്തം മക്കളും ഒരുമിച്ച്, ഭാര്യ ഒരുമിച്ച്, ഭർത്താവ് ഒരുമിച്ച്, സഹോദരൻ ഒരുമിച്ച്, അമ്മയും പപ്പനും ഒരുമിച്ച് കിടന്ന ആ ഒരു കുടുംബം. എത്ര കുടുംബങ്ങൾ അല്ലെ? എന്തൊക്കെ പ്ലാനിലെ കിടന്നേ, എന്തൊക്കെ സ്വപ്നത്തിലെ കിടന്നേ, നാളെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നേടണം, ആ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് കിടന്ന കുടുംബങ്ങൾ ആ ഒറ്റ രാത്രി കൊണ്ട് ആവാശേഷമായി അല്ലെ? നമ്മളത് ചിന്തിച്ചു നോക്കിക്കേ. ആ ഒരു കഥ മാത്രം നമ്മൾ കേട്ടാൽ മതി. വയനാട് എന്ന ദേശത്തെ ആ ഗ്രാമം പോലും ഇല്ലാതായി എന്നുള്ളതാ. ഉറ്റവരും ഉടയവരുന്ന ഒരു കുടുംബത്തിലെ 22 പേരാണ് തീർന്നു പോയത് അല്ലെ? എല്ലാം നഷ്ടപ്പെട്ടു. അവരുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, കംപ്ലീറ്റ് രേഖകൾ, പഠിച്ച കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റ് അടക്കം നഷ്ടപ്പെട്ടു. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവർക്കൊക്കെ ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ പിന്നെ നേടാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ എവിടെ നേടാൻ സാധിച്ചു? എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കുന്നത് ഒരു മനുഷ്യന്റെ ലൈഫിൽ ഒറ്റ ജീവിതം മാത്രമേ ഉള്ളൂ, ഒറ്റ ലൈഫേ ഉള്ളൂ, ജനനവും മരണവും. ആ മരണത്തിനിടയ്ക്ക് കിട്ടുന്ന ചില നിമിഷങ്ങൾ മാത്രമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ്, നമ്മുടെ ചോയ്സ്. സ്വപ്നങ്ങൾ ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആയുസ്സും ആരോഗ്യമുള്ളതാണെങ്കിൽ ആ ആയുസിന്റെ വലിപ്പം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. നാളെ ഇനി ഒരു സുനാമി വന്നാലോ, ഒരു വെള്ളപ്പൊക്കം വന്നാലോ, ഒരു പേമാരി വന്നാലോ, ഒരു കൊടുങ്കാറ്റ് വന്നാലോ, ഒരു ദുരന്തം വന്നാലോ തീരാനുള്ളതാണ് നമ്മുടെ ജീവിതം. സ്വപ്നങ്ങൾ ഒരിക്കലും മാറ്റിവെക്കരുത്. ആ സ്വപ്നങ്ങളോടെ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. എന്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ്സേ ഉള്ളു. അഭിലാഷ് സാർ പറഞ്ഞു ഞാൻ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. എന്ത് യോഗ്യത ഉണ്ട് ഈ മീറ്റിംഗിൽ ഇരിക്കാനെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാൻ കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജറാണ്. അതിലേക്ക് എത്താൻ എന്ത് യോഗ്യത എന്താ? 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു ഓട്ടോ ഡ്രൈവർ. വെറും 140 രൂപയുടെ കാക്കിയിട്ട് ഓച്ചറ രത്നനാഥ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വർഷങ്ങളോളം ഓട്ടോടിയ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ. ഈ അവസരം നിങ്ങൾ ഇന്ന് സൂം പ്ലാറ്റ്ഫോമിലൂടെ കേട്ടു. ഈ കേട്ട അവസരം ഈ കേട്ടിരിക്കുന്ന എത്ര പേര് പോസിറ്റീവായി കണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, മനുഷ്യന് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. ഏത് കാര്യം കേട്ടാലും എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കത്തുള്ളൂ. മണി ചെയിൻ, ആളിനെ പിടിക്കുന്ന പരിപാടി, ഇല്ലീഗൽ, ഉഡായിപ്പ്, തട്ടിക്കൂട്ട് പ്രസ്ഥാനം, ഇങ്ങനെയുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. കാരണം എന്താ കുഴപ്പമെന്നറിയാമോ? ഇന്ന് പല വ്യക്തികളും ജീവിതത്തിൽ സക്സസ് ആകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായി തീരുമാനമെടുക്കാത്ത വ്യക്തികളാണ് ജീവിതത്തിൽ സക്സസ് ആകാത്തത്. എന്താ കുഴപ്പം? നമ്മൾ നമ്മുടെ തലച്ചോറ് മറ്റുള്ളവന്റെ കാൽക്കീരി കൊണ്ടുവന്ന് പണയം വെക്കരുത്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഓരോ മനുഷ്യന്റെ കഥകൾ നിങ്ങൾ ചിന്തിച്ചോ? അവരൊക്കെ നടന്നുപോയ വഴികളൊക്കെ ദയനീയമായ മുള്ളും കല്ലും നിറഞ്ഞ പാതയിലൂടെ നടന്നുപോയതിന്റെ ഫലമായിട്ടാണ് ജീവിതത്തിൽ സക്സസ് ആയത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഓരോ മനുഷ്യരും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് കൂപ്പുകൂത്തിയ ആൾക്കാരാണ്. വിജയിക്കണമെങ്കിൽ തോൽക്കാനും പഠിക്കണം. ജയിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, തോൽക്കാനും പഠിക്കണം. ഇന്ന് ഞാൻ ഈ അവസരം ഒരു 5 വർഷം മുമ്പ് എന്റെ ഒരു സുഹൃത്തിനോട് കേൾക്കുമ്പോൾ, നിങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കേട്ടെങ്കിൽ ഞാൻ ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് കേട്ടതാണ്. എന്റെ പ്രിയ സുഹൃത്താണ് പരിചയപ്പെടുത്തുന്നത്. എന്റെ സുഹൃത്ത് എന്നോടൊപ്പം ഈ അവസരം പറയുമ്പോൾ എന്റെ ഒരു 4-5 സുഹൃത്തുക്കൾ ഓട്ടോ ഡ്രൈവേഴ്സ് ഞാനും ഒരുമിച്ചാണ് ഈ അവസരം കേട്ടത് ഒരു 5 വർഷക്കാലം മുമ്പ്. ഇത് കേൾക്കാനുള്ള കാരണം എന്താ? ജീവിതത്തിൽ പല പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടു പരാജയം മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. കാരണം തട്ടിന്റെ പണി ചെയ്തിട്ടുണ്ട്, മൈക്കാട് പണി ചെയ്തിട്ടുണ്ട്, ഇല്ലൻടോക്കിന്റെ പണി ചെയ്തിട്ടുണ്ട്, പന്തലിന്റെ പണിക്ക് പോയിട്ടുണ്ട്, ഫ്രൂട്ട്സ് കച്ചവടം ചെയ്തിട്ടുണ്ട്, ഒരു കടയിൽ സെയിൽസ്മാൻ ആയിട്ട് 17 വർഷം ജോലി നോക്കി, ഗൾഫിൽ പോയി. ജീവിതത്തിൽ ലൈഫിൽ എങ്ങും രക്ഷപ്പെടാൻ പറ്റിയില്ല. വീട്ടുകാർ പോലും വിധി എഴുതി ഇവനെ കൊള്ളത്തില്ല, പൊടിയനായ പുത്രൻ. ലൈഫ് എന്തായി തീരും, എങ്ങനെ ജീവിക്കുമെന്നുള്ള വളരെ സ്ട്രഗിളിങ്ങിൽ നിൽക്കുന്ന സമയത്താണ് ദൈവാനുഗ്രഹം പോലെ നമ്മുടെ ബോച്ചയുടെ അല്ലെ ബോബി സാറിന്റെ ആ ഒരു അവസരം എന്റെ സുഹൃത്ത് പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ ഈ 6 പേര് ഒരുമിച്ച് കേട്ട ഈ അവസരം, ആ 6 പേരിൽ ഒരാൾ മാത്രമാണ് അതിനെ പോസിറ്റീവായി കണ്ടത്. ആ ആളിന്റെ പേരാണ് സബു മാധവൻ, നിങ്ങളുടെ മുമ്പിൽ ഇന്ന് സംസാരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ബാക്കി 5 പേരും നെഗറ്റീവായിട്ടാണ് കണ്ടത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ദൈവം അവസരങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഒരുപോലെയാണ്. എല്ലാ മനുഷ്യനും വിജയിക്കുന്നില്ല. എന്താ? ഒരുപോലെ കേൾക്കുന്ന മനുഷ്യൻ എല്ലാ മനുഷ്യനും സക്സസ് ആകുന്നില്ല. കാരണം എന്താ? കേൾക്കുന്ന രീതിയിലുള്ള വ്യത്യാസം, മുൻവിധിയാണ് എല്ലാ മനുഷ്യരും. അന്ന് ഒരു 5 വർഷം മുമ്പ് എന്നോടൊപ്പം ഫിജി കടന്ന അവസരം കേട്ട എന്റെ 5 സുഹൃത്തുക്കൾ ഇന്നും ചെയ്യുന്ന ജോലി കേട്ടാൽ നിങ്ങൾ ഞെട്ടും.
അന്ന് ചെയ്ത അതേ ജോലി തന്നെ ഇപ്പോഴും ചെയ്യുന്നു. മാറ്റം വല്ലതും ഉണ്ടോ? അതായത് മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വേണമെങ്കിൽ അവന്റെ ആറ്റിറ്റ്യൂഡാണ് ആദ്യം മാറേണ്ടത്. നിങ്ങൾ എന്നെ കേൾക്കുന്ന എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ മറ്റേതെങ്കിലും മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ ആണെന്നിരിക്കട്ടെ, നിങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തിയത്, നിങ്ങൾ ആ പ്രവർത്തിക്കുന്ന മേഖല എത്ര വർഷം കൊണ്ട് നിങ്ങൾ ചെയ്യുന്നു നിങ്ങളൊന്ന് വിലയിരുത്തിക്കേ. ഈ വർഷം കൊണ്ട് നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് നിങ്ങൾക്ക് സെറ്റിലാക്കാനോ ലൈഫ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? 10ഓ 20ഓ വർഷം കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല ഗവൺമെന്റ് മേഖല ആയിക്കോട്ടെ, പ്രൈവറ്റ് മേഖല ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, മറ്റൊരു ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗൾഫ് മേഖല ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. 10ഓ 20ഓ വർഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പ്രിയ സുഹൃത്തെ, പിന്നെ നിങ്ങൾ ആ ജോലി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ നിങ്ങൾ മാറി ചിന്തിക്കണം. മാറ്റമാണ് ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? The history behind every success story is a dream. The history behind every success story is a dream. ഏതൊരു വിജയഗാഥയുടെയും പിന്നിലെ ചരിത്രം നല്ലൊരു സ്വപ്നമാണ്. സാബുമാധവന്റെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഫിജി കാർഡ് തുടങ്ങി അന്ന് മുതൽ സ്വപ്നം കാണാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സക്സസ് ഉണ്ടാകാതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ബോബി സാർ ഇത്രയും നല്ലൊരു മനുഷ്യൻ, പണ്ടൊക്കെ ഞാൻ ബോബി സാറിനെ കൂടെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു നെഗറ്റീവ് ചിന്താഗതിയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ചെയർമാന്റെ സ്ഥാനം എന്റെ ഹൃദയത്തിലാണ്. നിങ്ങൾ അറിഞ്ഞോ, വയനാട് എന്ന ദേശത്ത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വസ്ത്രങ്ങളും എല്ലാം കംപ്ലീറ്റ് നഷ്ടപ്പെട്ട് ആ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മുടെ 18 വീലിന്റെ ട്രക്കിൽ ബോച്ചെ ഫാൻസ് അസോസിയേഷൻ ചമണ്ണൂർ അത് നിറയെ വസ്ത്രങ്ങളും ആഹാരമായി ചെന്നപ്പോൾ ആ ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അന്നം വേണ്ട, വസ്ത്രം വേണ്ട, നിങ്ങൾക്ക് കിടക്കാൻ ഒരിടം മതിയെന്നു. മനസ്സിലാവുന്നുണ്ടോ? കിടക്കാൻ ഒരിടം മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബോബി സാർ നമ്മുടെ ബോച്ചെ പറഞ്ഞതെന്താ? 100 കുടുംബങ്ങൾക്ക് വീട് വെക്കാനുള്ള ആ വസ്തു കൊടുക്കാൻ എന്ന് അദ്ദേഹം ഉറപ്പ് പറഞ്ഞു. എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു മനുഷ്യൻ ഇത്രയും സങ്കൂച്ചമുള്ള, ഇത്രയും ആത്മാർത്ഥതയുള്ള, ഇത്രയും നയിക്കുവാൻ കപ്പാസിറ്റി, ബിസിനസ്സിൽ അഗ്രഗണ്യനായിരിക്കുന്ന ആ ഒരു വ്യക്തിത്വത്തിന്റെ കൂടെ നിൽക്കാൻ എന്താ നമുക്ക് മടി? എന്താ നമുക്ക് ഒരു പരിചയമില്ലാത്ത ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കയറി നമ്മൾ വർഷങ്ങളായി പർച്ചേസ് ചെയ്യുന്നില്ലേ? എന്തുണ്ട് നമുക്ക് നേട്ടം? അമേരിക്കയിൽ കിടക്കുന്ന ജബസോസിന്റെയും സച്ചിൻ ബെൻസിന്റെയും സണ്ണി ബെൻസിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ കോടികളല്ലേ കുത്തി നിറയ്ക്കുന്നത്. എന്ത് നേട്ടമുണ്ട് സുഹൃത്തെ? ചിന്തിക്ക്. ലൈഫ് ഒന്നേ ഉള്ളു സ്പോയിൽ ചെയ്ത് കളയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വയനാട്ടിൽ എത്ര പേര് തീർന്നു? ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി. ഒറ്റ ലൈഫേ ഉള്ളു, ജനനവും മരണവും. മരണം എപ്പോ വേണമെന്ന് നമ്മുടെ മാടി വിളിക്ക്. ചിന്തിച്ചു ഒരു പാട്ട് കേട്ടോ, മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരമിരിക്കുവാൻ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ നിന്നെ തലോടി തലോടി ക്ഷയിക്കുവാൻ, ഒടുവിലായകത്തേക്കെടുക്കുന്നു ശ്വാസ കണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ, മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കുവാൻ. ലൈഫ് ഒന്നേ, അത് നീറി ജീവിക്കണോ? സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും താണ്ടി ജീവിക്കണോ? സന്തോഷത്തോടെ ജീവിക്കണം. സന്തോഷത്തോടെ എന്റെ സുഹൃത്തെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിലവിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് മതിയോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഇന്ന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, മനുഷ്യന്റെ ജീവിതം എപ്പോൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജനിച്ചാൽ മരണം നമ്മുടെ കൂടെയുണ്ട്. കാലം നാളെ കയറുമായി വരുന്ന സമയത്ത് ഒന്ന് നിൽക്ക്. എന്റെ കുഞ്ഞുങ്ങളെ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ, എന്റെ വൈഫിനെ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ, എന്റെ ഭാര്യയെ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ, ഭർത്താവിനെ ഒന്ന് സ്നേഹിച്ചോട്ടെ, എന്റെ അമ്മയും അച്ഛനെയും സഹോദരങ്ങളെ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ അത് നിൽക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? മാറ്റിവെക്കാൻ പറ്റത്തില്ല. കാരണം കൊടുക്കാതിരിക്കുന്ന സ്നേഹവും പ്രകടിപ്പിക്കാതിരിക്കുന്ന കഴിവും കൊടുക്കാൻ കഴിയാത്തതായുള്ള പ്രവൃത്തിയും ഒരിക്കലും നമുക്ക് വീണ്ടും എടുക്കാൻ പറ്റത്തില്ല. മാറ്റിവെക്കരുത് സുഹൃത്തെ. ലൈഫ് ഒന്നേ ഉള്ളൂ. സ്വപ്നങ്ങളില്ലേ? ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടാൻ തയ്യാറാകു. സ്വന്തമായി ചിന്തിക്കാൻ തയ്യാറാകു.
ഒരാളിന്റെ കാൽ കീഴിൽ നിങ്ങളുടെ തലച്ചോറ് പണയം വെക്കാതെ, നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം വന്നാൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രതികൂലം വന്നാൽ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ, നിങ്ങളുടെ ലൈഫിൽ സാമ്പത്തിക പ്രശ്നം വന്നാൽ, നിങ്ങളെ നെഗറ്റീവ് ആക്കുന്ന, നിങ്ങളെ കളിയാക്കുന്ന, നിങ്ങളെ പരിഹസിക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ നിങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? വലിയൊരു ലോകം മുഴുവൻ നേടുവാൻ ചെറിയൊരു സൂത്രം കാതിലോതാ ഞാൻ. വലിയൊരു ലോകം മുഴുവൻ നേടുവാൻ ചെറിയൊരു സൂത്രം കാതിലോതാ ഞാൻ. ആ സൂത്രം എന്താണെന്നറിയാമോ? സ്വയം നന്നാകാൻ തയ്യാറാകുക. മനസ്സിലാവുന്നുണ്ടോ? സക്സസ് ഡസ് നോട്ട് കംസ് ടു യു, യു ഗോ ടു ഇറ്റ്. വഴികൾ ദൈവം കാണിച്ചു തരുന്നുണ്ട്, പക്ഷെ കാണിച്ചു തരുന്നത് തിരിഞ്ഞു നടക്കുന്നു. തിരിഞ്ഞു നടക്കാത്തവർ വഴി തെരഞ്ഞെടുക്കുന്നു. തെരഞ്ഞെടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, ആ നടക്കുന്ന വഴിയിലൂടെ, ദൈവം കാണിച്ചു തരുന്ന വഴിയിലൂടെ നടക്കാൻ തയ്യാറാകുക. സാബുമാധവൻ എന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 വർഷം മുമ്പ് ഫിസിക്കാൽ വന്നു. ഒരു നല്ല വസ്ത്രമില്ലായിരുന്നു, ഒരു വണ്ടി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ കൊറോണ വന്ന്, കൊറോണ സമയത്ത് എന്റെ ഓട്ടോ പോലും ബാങ്കുകാർ ചെക്ക് ചെയ്തുകൊണ്ട് പോയി. ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, 9 ഫിനാൻസ് മടങ്ങി ബാങ്കുകാർ കൊണ്ടുപോയി. ഒരു പഴയ സൈക്കിൾ ആക്രിക്കാർക്ക് തൂക്കിക്കൊടുത്തു. ഈ ബിസിനസ് ലാഭമാധവൻ വരാനുള്ള കാരണം എന്താണെന്നറിയോ? പട്ടിണിയും ദാരിദ്ര്യവും സങ്കടങ്ങളും കടബാധ്യതയും. ചിന്തിച്ചു നോക്കിക്കോ. കുടുംബമായി പോകുന്ന സമയത്ത് വഴിയിൽ പിടിച്ചു നിർത്തി കടക്കാർ ആക്ഷേപിച്ചിട്ടുണ്ട്, സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതം തന്നെ വളരെ പ്രതികൂല സാഹചര്യത്തിൽ എന്റെ കയ്യിലേക്ക് ദൈവം തരമായി കൊണ്ട് തന്നൊരു അവസരമാണ് ഫിജിക്കാർ. ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്ന് ഈ കമ്പനിയുടെ 11ാമത്തെ റാങ്കിൽ എത്തണമെങ്കിൽ, സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്കിൽ എത്തണമെങ്കിൽ, നിങ്ങൾ ചിന്തിച്ചു നോക്കി ഞാൻ എത്ര രൂപ വരുമാനം വാങ്ങി. ഫിജിക്കാളിലൂടെ തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന സാബുമാധവൻ എന്ന വ്യക്തി ഓട്ടോ ഡ്രൈവറിൽ നിന്നും കടന്നു വന്ന വെറും ബിഗ് സീറോയിൽ നിന്ന് വന്നുവെങ്കിൽ, ഞാൻ ഈ ബിസിനസ്സിലൂടെ ഇതുവരെ ഇന്നേ വരെ ഫിജിക്കാരിൽ ആരും നേടിയിട്ടാൻ അച്ചുവിനെ നേടിയിട്ടുണ്ട്. ക്ഷമിക്കുക, വാറയിറങ്ങിൽ നേടിയെങ്കിൽ അത് അവർക്കുള്ളതാണ്. അതായത് ഈ സമയത്തിനുള്ളിൽ 5 വർഷത്തിനുള്ളിൽ 3 കാറുകളാണ് ഞാൻ ഇതിലൂടെ സ്വന്തമാക്കിയത്. ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന വാഹനം മഹീന്ദ്ര എന്ന കമ്പനിയുടെ സ്കോർപിയോ, 23 ലക്ഷം രൂപ വില വരുന്ന ഈ 7 സീറ്റർ. ഞാൻ എന്ന വ്യക്തിയെ കാറിലിടാൻ പോലും എന്നെ കാണാൻ പോലും പറ്റത്തില്ല. അത്രത്തോളം എന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ ഒരു അവസരമാണ് ഫിജിക്കാർഡ്. ഇന്ന് കമ്പനിയുടെ യൂറോപ്പ് ട്രിപ്പ് അച്ചീവ് ചെയ്തു. ചിന്തിക്കൂ സുഹൃത്തെ, ഒരിക്കലും പോലും ഞാൻ സ്വപ്നത്തിൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ ആകെ ടൂറ് പോയിട്ടുള്ളത് പണ്ട് പളനി പോയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ മാത്രമേ പോയിട്ടുള്ളൂ. ഇന്ന് ഇന്റർനാഷണൽ ട്രിപ്പ് അച്ചീവ് ചെയ്തു. ഇന്റർനാഷണൽ ടൂർ പോകാൻ പോകുന്ന കമ്പനിയുടെ നിയോഗത്തിൽ 22 ദിവസം കമ്പനിയുടെ ചെലവിൽ പോകാൻ പോകുന്നു. ഞാനും എന്റെ വൈഫും. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, എന്റെ വൈഫിന് ഇതുവരെ പാസ്പോർട്ട് പോലും എടുത്തില്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കും. ചിന്തിക്കുക, ഇത് സാധാരണപ്പെട്ടവന്റെ ബിസിനസ്സാണ്. നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാ? സ്വപ്നങ്ങൾ തീവ്രതയുള്ളതാണോ, ആടുമറിയതാണോ? നിങ്ങൾ ചിന്തിക്കുക, തീരുമാനമെടുക്കുക. നിങ്ങളെ ആരാണ് പരിചയപ്പെടുത്തി? നിങ്ങളുടെ സുഹൃത്താണോ, ബന്ധുവാണോ? ഈ പ്രോഗ്രാം കഴിയുന്ന സമയത്ത് നിങ്ങൾ ഈ അവസരത്തിലേക്ക് നിങ്ങൾ അസോസിയേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളുടെ സുഹൃത്തിനോ ബന്ധം നിങ്ങൾ താങ്ക്സ് പറയണം. മനസ്സിലായോ? അവസരങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഓരോ മനുഷ്യന്റെ മുന്നിൽ ഒരു നല്ല സുഹൃത്തുണ്ട്, അല്ല നല്ലൊരു ബന്ധവുമുണ്ട്. നിങ്ങൾ തീരുമാനിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഒരു സാധാരണപ്പെട്ട മനുഷ്യനാണ്, 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു ഓട്ടോ ഡ്രൈവർ. എന്റെ ലൈഫ് ഇങ്ങനെ ആയി, ഇങ്ങനെ ലൈഫിന്റെ മാറിയതിന്റെ കാരണം എന്താ? ഫിജിക്കാർഡ് അവസരത്തെ തിരിച്ചറിഞ്ഞതാണ്. ഇത്രയും ചങ്കൂറ്റമുള്ള, ഇത്രയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന, എന്തിനും കൂടെ നിൽക്കുന്ന ചങ്കൂറ്റമുള്ള ഒരു മാനേജ്മെന്റ് അല്ലെ. 161 വർഷം പാരമ്പര്യമുള്ള ചെമ്മണ്ണൂർ ഗ്രൂപ്പ്, 54 ചുവനത അടക്കം 120 ബാങ്കിങ് മേഖല അടക്കമുള്ള ചെമ്മണ്ണൂർ. ഇന്ന് എത്രയോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി നമ്മുടെ നാട്ടിലുണ്ട്, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏത് കമ്പനി എടുത്ത് പരിശോധിച്ചാൽ 20-26 വർഷം പഴക്കമുള്ള കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. വിജയിച്ച എത്ര വ്യക്തികളെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? നിങ്ങൾ ഫിജിക്കാർഡ് എടുത്ത് നോക്കിക്കേ. ഏതൊരു പഞ്ചായത്ത് എടുത്താലും, ഏതൊരു താലൂക്ക് എടുത്താലും, ഏതൊരു ജില്ല എടുത്താലും, ഫിജിക്കാർഡിന്റെ 10 അച്ചീവറെങ്കിലും ഇല്ലാത്തൊരു പഞ്ചായത്ത് പോലും നമ്മുടെ നാട്ടിൽ കാണത്തില്ല. അവിടെയാണ് ചിന്തിക്കുന്നത്. ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ പട്ടിണി മാറ്റിയ ഒരവസരം ഫിജിക്കാർഡ്. ആയിരക്കണക്കിന് കുടുംബങ്ങളെ അച്ചീവിച്ച അവസരം. 4 വീലർ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത നിരവധി വ്യക്തികൾ 4 വീലർ സ്വന്തമാക്കിയ അവസരം. ചെറിയ ബിസിനസ് ആണോ? ലക്ഷങ്ങളോ കോടികളോ മുടക്കട്ടോ? MA യൂസഫ് അലി സാറിന്റെ ലുലുമാൾ നമുക്കറിയാം. ആയിരക്കണക്കിന് വ്യക്തികൾ അവിടെ കടകൾ എടുക്കുന്നുണ്ട്. അവിടെ കടകൾ ചുമ്മാതാണോ കിട്ടുന്നത്? ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ഒരു മാൾ എടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആ ലുലു മാളിൽ 100ഓളം കടകൾ ഉള്ളതുപോലെ ഫിജിക്കാർഡിന്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ മാളിനകത്ത് നിരവധി ഷോപ്പുകളുണ്ട്. നിങ്ങൾ അതിന്റെ പാർട്ണർ ബോബി സാർ നമ്മളെ വിളിക്കുന്ന കേട്ടതില്ലേ പ്രോഗ്രാമിലൊക്കെ ചെല്ലുന്ന സമയത്ത്? യു ആർ മൈ ഡിയർ പാർട്ട്നേഴ്സ്. നമ്മൾ അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സ് ആണ്.
നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഡെയിലി തോറും കടതോറും വാങ്ങുന്നത് വഴി നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു തിരിച്ചറിയുക. നിങ്ങൾ വാങ്ങുന്ന കടകളൊന്ന് മാറി ഒരു തവണ ഫിജി കാർഡിലോ നിങ്ങൾ പർച്ചേസ് ചെയ്യൂ. ഫിജി കാർഡിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഫിജി കാർഡിന്റെ ഉൽപ്പന്നങ്ങൾ ഗുണമുള്ളതാണെന്നും വില കുറവുള്ളതാണെന്നും ക്വാളിറ്റി ഉള്ളതാണെന്നും ഗുണമേന്മയുള്ളതാണെന്നും നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിനോടോ ബന്ധുവിനോടോ പറയുന്നതിന് എന്തിന് മടിക്കണം? പറഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. ചിന്തിക്കുക. സമയം എനിക്ക് വളരെ കുറവാണ്, 10 മിനിറ്റോളം എന്നാ പറഞ്ഞത്, എങ്കിലും ഒരു 5 മിനിറ്റോട് ഞാൻ എടുക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ ബോറടിക്കുന്ന ഇല്ലെങ്കിൽ, എന്നെ ബോറടിക്കുന്നുണ്ടോ എങ്കിലും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന ഈ ഒരു അവസരം കേട്ട നിങ്ങൾ ഇനിയും നിങ്ങൾ മാറ്റിവെക്കരുത്. നാളെ നീളെ മാറ്റിവെക്കരുത്. ഇനി ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന വ്യക്തികൾ, ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലേക്കോ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലേക്കോ നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസിലേക്കോ നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഇത് കേട്ടു. ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും. അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. നാളെ ശരിയാകും, നാളെ ശരിയാകും. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കും. ഇന്ന് ഈ മേഖലയിൽ വിജയിച്ചിട്ടുള്ള ടോപ്പ് ലെവൽ ലീഡേഴ്സ് അടക്കം നിങ്ങളെടുത്ത് പരിശോധിച്ചോ, അവരൊക്കെ ഇന്ന് ഐഡിയ അടിച്ച് ഇന്ന് പർച്ചേസ് ചെയ്ത് നാളെ വിജയിച്ച ആൾക്കാരല്ല. കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നേരിടാനും അതിനെയൊക്കെ അവഗണിക്കാനും അതിനെയൊക്കെ പ്രതികൂലമായി ബാധിച്ചാൽ അതിനെ അവഗണിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് പ്രവർത്തിക്കാനുള്ള മനസ്സ് തയ്യാറെടുത്തുകൊണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആകാൻ പറ്റൂ. ഇന്ന് ഫിജി കാർഡ് എന്ന കമ്പനിയിലൂടെ എന്റെ സക്സസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇന്ന് ഈ വിഷയം 100 കണക്കിന് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാൻ ഞാനൊരു കാരണക്കാരനായി. അല്ലേ? എനിക്കൊരാളെ ജോലി കൊടുക്കാൻ പറ്റുമോ? എനിക്കൊരാളിന് ഒരു ബിസിനസ് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് കടയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഊണ് വാങ്ങി കൊടുക്കാൻ പറ്റിയില്ല, ഊട്ടുമതി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഫിജി കാർഡ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ സുഹൃത്തുക്കളടക്കം ബന്ധുക്കളടക്കം സഹോദരങ്ങളടക്കം എത്ര പേര് ചിലപ്പോൾ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നുണ്ട്. അവരിലേക്ക് അവസരത്തെ നിങ്ങൾ കൊടുത്ത സുഹൃത്തെ, അക്കൗണ്ടിലേക്ക് വരുമാനം തരുന്നൊരു മേഖലയാണ് ഫിജി കാർഡ്. ഇന്ന് ഈ കമ്പനി കൊടുക്കുന്ന ഇൻഷുറൻസ് 2 ലക്ഷം രൂപ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ്, മാഡം അത് പറഞ്ഞു. പെർഫോമൻസ് ബോണസ്, കമ്പനിയുടെ 50,000 രൂപ ബൈക്ക് ഫണ്ട് ഞാൻ വാങ്ങി, 5 ലക്ഷം രൂപ കാർ ഫണ്ട് വാങ്ങി, ഇപ്പോൾ യൂറോപ്പ് ട്രിപ്പ് അച്ചീവ് ചെയ്തു. ഇനി എത്ര റാങ്ക് എനിക്കുണ്ട്? ഇനി കമ്പനിയുടെ 50 ലക്ഷം കാർ ഫണ്ട്, NSM റാങ്ക്, 1 കോടി വില്ല ഫണ്ട്, NSDM റാങ്ക്, ഈ 2 റാങ്ക് കൂടെ അടിച്ചാൽ സാബുമാൻ ഈ കമ്പനി ടോപ്പിലെത്തും. ചിന്തിച്ചു നോക്കിക്കേ, ഒരു 5 വർഷം മുമ്പ് എന്റെ അവസ്ഥ എന്തായിരുന്നു? ഒന്നുമില്ലാതെ ഒരു ബിഗ് സീറോയിൽ ഈ അവസരം കേട്ട ഞാൻ തിരിച്ചറിഞ്ഞതാണ് എന്റെ ജീവിതത്തിലെ മാറ്റം. നമുക്കെല്ലാം കഴിവുകളുണ്ട് സുഹൃത്തെ, നമുക്ക് അറിവുണ്ട്, കഴിവുണ്ട്. അറിവും കഴിവും ഉണ്ടെങ്കിലും ആ കഴിവിനെ തിരിച്ചറിയില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ കുഴപ്പം. ഇനിയെങ്കിലും നമുക്ക് ദൈവം തന്നിരിക്കുന്ന അറിവിനെ തിരിച്ചറിയുക, അതിനെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും. ഇത് ഒരു സാധാരണപ്പെട്ട മനുഷ്യന്റെ നിങ്ങളോടുള്ള അപേക്ഷയാണ്. കാരണം വിജയിക്കുവാൻ ഇവിടെ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. ബോബി സാർ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടില്ല. ഇവിടെ MBA പഠിക്കണ്ട, ഡിഗ്രി പഠിക്കണ്ട, BBA പഠിക്കണ്ട, മറ്റൊരു കോഴ്സും പാസ്സാകണ്ട. ഇവിടെ വിജയിച്ചിട്ടുള്ള ഓരോ വ്യക്തികളെ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. 6ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 10ാം ക്ലാസ്സും വരെയൊക്കെ പഠിച്ച വ്യക്തികളാണ് ഇവിടെ സക്സസ് ആയത്. ഇനി ബോബി സാർ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിരുന്നെങ്കിൽ ഈ സക്സസ് ആയ വ്യക്തികൾക്ക് സക്സസ് ആകാൻ പറ്റുമായിരുന്നു. പ്രിയ സുഹൃത്തെ, തിരിച്ചറിയുക. കയ്യിലിരിക്കുന്ന മൂല്യനിധിയെ വലിച്ചെറിയാതെ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ലൈഫ് സ്പോയിൽ ചെയ്ത് കളയാതെ ലൈഫിനെ ആസ്വദിച്ച് ജീവിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ഈ ഒരു അവസരം നിങ്ങളെ സഹായിക്കും. തീർച്ചയായിട്ടും അതിന് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങളുടെ സുഹൃത്തുക്കൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റു സംശയങ്ങളോ ഇതിനെ കുറിച്ചുണ്ടെങ്കിൽ ഇത് കേൾക്കാത്ത ഒരു വ്യക്തിയോട് ഒരിക്കലും നിങ്ങൾ ഡൗട്ട് ചോദിക്കരുത്. കാരണം നമ്മുടെ നാട് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ കൂടെ ഒരു ആടിനെ കൊണ്ടുപോയാൽ ആടിന് പട്ടിയാക്കും, തേങ്ങയും കൊണ്ടുപോയാൽ ചക്കയാക്കും. നമ്മുടെ നാട് അങ്ങനെയാണ്. നമ്മൾ വിജയിക്കുവാൻ വേണ്ടി എന്ത് തീരുമാനമെടുത്താലും നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹം അതിനൊരിക്കലും അനുവദിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സ്വന്തമായി തീരുമാനം എടുക്കുക. ഓട്ടോ ഓടിക്കുന്ന എന്നോട് ഫ്ലൈറ്റ് ഓടിക്കുന്ന എങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അറിയില്ല. നമ്മുടെ നാട് അങ്ങനെയാണ്. അതുകൊണ്ട് സ്വന്തം തലച്ചോറ് മറ്റൊരാളിന്റെ കാൽ കീഴിൽ പണയം വെക്കല്ലേ. സ്വന്തമായി തീരുമാനമെടുക്കൂ. കുടുംബമായിട്ടിരിക്കൂ, സഹോദരങ്ങളായിട്ടിരിക്കൂ, ഭാര്യയും ഭർത്താവുമായിട്ടിരിക്കൂ, അപ്പനും മക്കളും അമ്മയായിട്ടിരിക്കൂ. ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് കുടുംബമായി ഒരുമിച്ച് നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വിജയം നേർന്നുകൊണ്ട് ഞാൻ നിർത്തി. കണ്ടിന്യൂ പ്രോഗ്രാം ആയിരുന്നു, ചേർന്നിരിക്കുകയാണ്.